ഉത്തർപ്രദേശിൽ 17-കാരി അച്ഛനും സഹോദരനും ചേർന്ന് വെടിവെച്ചു കൊന്നു. ദുരഭിമാന കൊലയെന്ന് പോലീസിന്റെ നിഗമനം. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, എന്താണ് സംഭവം? ഇത്ര ദാരുണമായ രീതിയിൽ, ഇത്ര ക്രൂരമായി എങ്ങനെയാണ് സ്വന്തം മകളോട് പെരുമാറാൻ കഴിയുന്നത്? മധു, ഇന്നലെ വൈകിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ഷാംലി ജില്ലയിലാണ്. മകൾ ഇന്നലെ വൈകിട്ട് തൻ്റെ ആൺ സുഹൃത്തുമായി ഫോണിൽ സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നത് കണ്ടാണ് ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ അച്ഛൻ പിടിക്കുന്നത്. പിന്നീട് പെൺകുട്ടി അച്ഛനോട് തന്നെ ആൺ സുഹൃത്തുമായി പ്രണയബന്ധത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിൽ ദേഷ്യപ്പെട്ടാണ് അച്ഛൻ ആദ്യം മകളെ വഴക്ക് പറഞ്ഞത്. പിന്നാലെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ അച്ഛനും അതുപോലെ തന്നെ പ്രായപൂർത്തിയാക്കാത്ത സഹോദരനും ചേർന്നാണ്, 15 വയസ്സ് മാത്രമാണ് ഈ സഹോദരന് പ്രായം, ഇവർ രണ്ടുപേരും ചേർന്നാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമാണ് പ്രായം, +2-ൽ പഠിക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു ഈ പ്രണയബന്ധം അച്ഛൻ അറിയുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ തോക്കടക്കം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. BNS-ന് കീഴിലുള്ള നിരവധി വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഷാംലി SP അറിയിച്ചിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ആൺസുഹൃത്തിനോട് സംസാരിച്ചു എന്ന കുറ്റം എന്നവർ കരുതുന്ന ഒരു കാര്യത്തിലാണ് 17 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ ഫോട്ടോ നമ്മൾ കണ്ടു, അല്ലെ? ഒരു ചെറിയ പെൺകുട്ടി എന്നതിനപ്പുറത്തേക്ക് എന്താണ് അതിനോട് തോന്നുക? വെടിവെച്ച് കൊന്നത്, അതിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ തോക്കൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തിലുണ്ടാകുന്നത് എന്നതുകൂടി നമുക്കറിയില്ല. ഏത് തരം യൂണിവേഴ്സ് എന്നുള്ളത് കൂടി അറിയില്ല.